തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന്റെ മേയർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിശദാംശങ്ങൾ സുനിൽ അരിമാനൂർ നൽകും. സുനിൽ, തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് വ്യക്തമാകുന്ന ചിത്രം? ആരാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്? LDFന്റെ മേയർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VK പ്രശാന്ത് ആണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് വിജയിച്ച പ്രശാന്ത് 3372 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മേയർ സ്ഥാനാർത്ഥിയായി ഇത് രണ്ടാമത്തെ റൗണ്ട് വോട്ടെണ്ണലിലാണ് വിജയെ പ്രഖ്യാപിച്ചത്. ആദ്യ റൗണ്ട് വോട്ടെണ്ണലിൽ VK പ്രശാന്തിന് 43 വോട്ട് ലഭിച്ചു. UDFന്റെ ജോൺസൺ ജോസഫിന് 20 വോട്ടും അഡ്വക്കേറ്റ് VV ഗിരികുമാറിന് 35 വോട്ട്, BJPയുടെ ഗിരികുമാർ 35 വോട്ടാണ്. ഒരു വോട്ട് അസാധുവായി, അതായത് സ്വീകാര്യത്തെ കൗൺസിലർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, അത് അസാധുവായിട്ട് കണക്കാക്കി. മറ്റൊരു UDFന്റെ കൗൺസിലർ, ആക്കുളത്തെ കൗൺസിലർ വോട്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ച ശേഷമാണ് എത്തിയത്. അതുകൊണ്ട് അവരെ ജില്ലാ ഭരണാധികാരി വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ വോട്ട് UDFന് നഷ്ടപ്പെട്ടു. രണ്ടാം റൗണ്ടിൽ VK പ്രശാന്തിന് 42 വോട്ടാണ്. LDFന്റെ ഒരു വോട്ട് അസാധുവായിട്ടുണ്ട്. പൂങ്കുളം വാർഡില് സത്യൻ രേഖപ്പെടുത്തിയ വോട്ടാണ് അസാധുവായത്. സ്വതന്ത്ര ഇവിടെയും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ 42 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് VK പ്രശാന്ത് മേയറായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. VV ഗിരികുമാറിന് BJP സ്ഥാനാർത്ഥിക്ക് 35 വോട്ടാണ് ലഭിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ ഔദ്യോഗികമായിട്ട് കളക്ടർ അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ VK പ്രശാന്ത് മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പാണ് പ്രതീക്ഷ.